ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണം ഉയരുകയാണ്. അതായത് 8 വർഷം മുമ്പ് ജപ്തി ചെയ്ത വീടിന്റെ വിലാസത്തിൽ പോലും വോട്ടർമാരെ ചേർത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു വാർഡിൽ മാത്രം 40 ഇരട്ട വോട്ടർമാരുണ്ട് എന്നാണ് CPM ആരോപിക്കുന്നത്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് LDF ആരോപിക്കുന്നത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ കെട്ടിടമാണ്. ഈ കെട്ടിടം ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് SBI ബാങ്ക് ജപ്തി ചെയ്ത കെട്ടിടമാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ ആരും താമസിക്കുന്നില്ല. താമസിക്കാൻ അനുയോജ്യമായ ഒരു കെട്ടിടവുമല്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ ഈ കെട്ടിടത്തിൻ്റെ പേരിലും വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. UDF-ൽ മുസ്ലിം ലീഗിന് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും നല്ല തോതിൽ ഇതുപോലെ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീട്ടുകാർ ഇവിടെ താമസിച്ചിരുന്നു. അത് മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു നൈസി എന്ന് പറയുന്ന ഒരു സ്ത്രീയും കുടുംബമായിരുന്നു. ആ സ്ത്രീയുടെയും മകൻ ചാൾസ് എന്ന് പറയുന്ന വോട്ടർ പട്ടികയിൽ ക്രമ നമ്പർ 353 354 ആയിരുന്നു. അവരെ രണ്ടുപേരുടെ പേര് ഈ പ്രാവശ്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ഞാൻ ആക്ഷേപം കൊടുത്ത് അവരെ രണ്ടുപേരെ നീക്കം ചെയ്തതാണ്. പക്ഷെ അത് നമ്മളൊരു വശത്തൂടെ നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ അവരുടെ 2 പെൺമക്കൾ പുതിയ വോട്ടർമാരുണ്ടായിരുന്നു. ഈ ബാങ്കിൻ്റെ കെട്ടിട നമ്പർ വെച്ച് ആ 2 പെൺകുട്ടികളെ വീണ്ടും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതിനെല്ലാം പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ചില ജീവനക്കാർ അവിടെ UDF-ന് ഭരണ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയായിരുന്നു. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഓൺലൈൻ ചെയ്യുമ്പോൾ UDF-ൻ്റെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള റഷീദ് തോട്ടുങ്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പ്രൂഫും ഡോക്യുമെൻസും എല്ലാ ആളുകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ വാങ്ങിച്ചിട്ട് LDF-നോ അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളുടെ പ്രൂഫുകൾ കാണുമ്പം ഇത് കൂട്ട് റേഷൻ കാർഡ് നമ്പർ ശരിയല്ല, ഇല്ലെങ്കിൽ വീട്ടു നമ്പർ വാടക ചീട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഒഴിവാക്കലിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിൽ ഞാൻ തന്നെ 92 ആക്ഷേപം കൊടുത്തു. അവരെ ഹിയറിങ്ങിന് വിളിപ്പിച്ചപ്പോൾ തന്നെ ഇത് ആക്ഷേപം കൊടുത്ത ഞാനും എതിർകക്ഷി ഇരുന്ന് സംസാരിക്കുമ്പോൾ ചുറ്റിനും UDF-ൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഒരു 3-4 പേര് കയറി വന്നിരിക്കുമായിരുന്നു. എന്നിട്ട് അവർ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറയുകയാണ്, ഞങ്ങൾക്കറിയാവുന്ന ആളാണ്, ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം, ഇല്ലെങ്കിൽ കോടതി കയറേണ്ടി വരുന്നു എന്നുള്ള മട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറിനെയും കൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരട്ട വോട്ട് എന്ന ആരോപണമാണ് CPM ഇവിടെ ഉന്നയിക്കുന്നത്. ഏതാണ്ട് 90ഓളം വോട്ടുകൾ ഒഴിവാക്കിയപ്പോൾ, ആക്ഷേപം ഉന്നയിച്ച് ഒഴിവാക്കിയപ്പോൾ 40ഓളം പേരെ പുതുതായി ഒരു വാർഡിൽ മാത്രം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കാളിയാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.